ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CET 201 മെക്കാനിക്സ് ഓഫ് സോളിഡ്സിലെ സോൾഡ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് 2019 സ്കീമിൻ്റെ തേർഡ് സെമസ്റ്ററിലുള്ള മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സൊല്യൂഷനാണ്. ഇത് 2019 സ്കീമുകാർക്കും അതുപോലെ തന്നെ 2015 സ്കീമുകാർക്കും റെഫർ ചെയ്യാവുന്നതാണ്. കാരണം 2019 സ്കീമിൻ്റെയും 2015 സ്കീമിൻ്റെയും സിലബസ് തമ്മിൽ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. രണ്ടുപേർക്കും റെഫർ ചെയ്യാം. പക്ഷേ ഞാൻ കൊടുത്തിരിക്കുന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ 2019 സ്കീമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് പരിചയപ്പെടാം. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ, ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളതൊന്ന് നോക്കാം. 2 സെക്ഷൻസാണുള്ളത്, പാർട്ട് എയും പാർട്ട് ബിയും. പാർട്ട് എയിൽ 10 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ആൻഡ് ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 3 മാർക്സ്. സോ ടോട്ടൽ ഓഫ് 30 മാർക്സ്. ഓപ്ഷൻസ് ഒന്നുമില്ല. യു ഹാവ് ടു അറ്റൻഡ് ഓൾ ദ 10 ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ എല്ലാ 5 മോഡ്യൂളിൽ നിന്നുമായിട്ട് ചെറിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് ഓരോ ക്വസ്റ്റിനും 3 മാർക്സ് ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഡെഫിനിഷൻസ് ചോദിക്കാം, തിയറീസ് ചോദിക്കാം, ചെറിയ ഡെറിവേഷൻസ് ചോദിക്കാം, ആൻഡ് സ്മോൾ പ്രോബ്ലംസ് ഓൾസോ. ഏത് വേണമെങ്കിലും നമുക്ക് ഈ 3 മാർക്സിന് ചോദിക്കാവുന്നതാണ്. ആൻഡ് വെൻ കമ്മിങ് ടു ദ പാർട്ട് ബിയിൽ ഈച്ച് മോഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് വീതമായിരിക്കും ഉണ്ടാവുക. And you have to attend 1 question from each module. See, answer 1 full question from each module. Each full question carries 14 marks. ഇപ്പോൾ ഫസ്റ്റ് മോഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ആൻഡ് അതിനകത്ത് നിന്ന് ഒരെണ്ണം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ആൻഡ് ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ ക്യാരീസ് 14 മാർക്സ്. ഓക്കെ, അപ്പം അങ്ങനെ 14 മാർക്സിൻ്റെ ഓരോ ക്വസ്റ്റ്യൻസ് ഓരോ മോഡ്യൂളിൽ നിന്ന്, അങ്ങനെ 5 മോഡ്യൂളിൽ നിന്ന് 14 മാർക്സിൻ്റെ ഓരോരോ ക്വസ്റ്റ്യൻസ്. ആൻഡ് 14 ഇൻറ്റു 5 അവിടെ 70 മാർക്സ് വരും. ഓക്കെ, ഇതിപ്പോൾ മോഡ്യൂൾ 1ൽ നിന്ന് സെക്കൻഡ് ക്വസ്റ്റ്യൻ തേർഡ് ക്വസ്റ്റ്യനുമാണ്. 2 ക്വസ്റ്റ്യനും 14 മാർക്സിൻ്റെ ക്വസ്റ്റ്യനാണ്. ഇങ്ങനെ തന്നെ വരണം നിർബന്ധമൊന്നുമില്ല. ഇതിനകത്ത് സബ് പാർട്സ് വരാം, സബ് ഡിവിഷൻസ് ഉണ്ടായിരിക്കും. A-B എന്ന സബ് ഡിവിഷൻസുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവാം. ഇത് മൊഡ്യൂൾ 2ൽ നിന്ന് 4th and 5th ക്വസ്റ്റ്യൻ ഫ്രം മൊഡ്യൂൾ 2, 6th and 7th ക്വസ്റ്റ്യൻ ഫ്രം മൊഡ്യൂൾ 3, 8th and 9th ക്വസ്റ്റ്യൻ ഫ്രം മൊഡ്യൂൾ 4, ആൻഡ് 10th and 9th ക്വസ്റ്റ്യൻ ഫ്രം മൊഡ്യൂൾ 5. ഇൻ മൊഡ്യൂൾ 4 8 ക്വസ്റ്റ്യൻ ഉണ്ടോ, സബ് പാർട്സ് ഉണ്ട്, A-B, ആൻഡ് 9th ക്വസ്റ്റ്യൻ സബ് ഡിവിഷൻ ഉണ്ട്, A-B. ഇവിടെ എ പാർട്ട് ക്യാരീസ് 10 മാർക്സ് ആൻഡ് ബി പാർട്ട് ക്യാരീസ് 4 മാർക്സ്. ഇങ്ങനെ തന്നെ വേണമെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ. ടോട്ടൽ ഒരു ക്വസ്റ്റ്യൻ 14 മാർക്സ് ആയിരിക്കണം എന്നേ ഉള്ളൂ. ആ രീതിയിൽ സബ് ഡിവിഷൻസ് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇങ്ങനെ ഓരോ മോഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഒരു ഫുൾ ക്വസ്റ്റ്യൻ 14 മാർക്സിന് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ. പാർട്ട് എയും പാർട്ട് ബിയും ഉണ്ട്. പാർട്ട് എയിൽ 10 ക്വസ്റ്റ്യൻസ് 3 മാർക്സ് ഈച്ച്, ടോട്ടൽ 30 മാർക്സ്. അവിടെ നമുക്ക് ഓപ്ഷൻസ് ഒന്നുമില്ല, എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യണം. പാർട്ട് ബിയിൽ 5 മോഡ്യൂൾസ് ആണുള്ളത്. 5 മോഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ, ഓരോ മോഡ്യൂളിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യണം. ആൻഡ് ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 14 മാർക്സ്, ടോട്ടൽ ഓഫ് 70 മാർക്സിന്. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് പാർട്ട് എ നോക്കാം. പാർട്ട് എയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ദ ടേംസ് പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ്, അൾട്ടിമേറ്റ് സ്ട്രെസ് ആൻഡ് വർക്കിംഗ് സ്ട്രെസ്. എന്താണ് പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ്? ഇറ്റ് ഈസ് ദ ലിമിറ്റിംഗ് വാല്യൂ ഓഫ് ദ സ്ട്രെസ് അപ് ടു വിച്ച് സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. നിങ്ങൾ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാംസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രത്തിനകത്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റൊക്കെ. ഇറ്റ് ഈസ് ദ ലിമിറ്റിംഗ് വാല്യൂ ഓഫ് ദ സ്ട്രെസ് അപ് ടു വിച്ച് സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് വരെ എന്തായിരിക്കും? സ്ട്രെസ് സ്ട്രെയിനിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. നെക്സ്റ്റ് ഈസ് അൾട്ടിമേറ്റ് സ്ട്രെസ്. ദിസ് ഈസ് ദ മാക്സിമം സ്ട്രെസ് ദ മെറ്റീരിയൽ ക്യാൻ റെസിസ്റ്റ്. അറ്റ് ദിസ് സ്റ്റേജ് cross-sectional area at a particular section starts reducing very fast. This is called neck formation. After this stage, load resisted and hence the
stress developed starts reducing. അതായത് ഒരു മെറ്റീരിയലിന് റെസിസ്റ്റ് ചെയ്യാവുന്ന മാക്സിമം സ്ട്രെസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ അൾട്ടിമേറ്റ് സ്ട്രെസ് എത്തിക്കഴിഞ്ഞാൽ ദെൻ ക്രോസ് സെക്ഷണൽ ഏരിയ റെഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ദ ക്രോസ് സെക്ഷണൽ ഏരിയ അറ്റ് എ പെർട്ടിക്കുലർ സെക്ഷൻ സ്റ്റാർട്ട്സ് റെഡ്യൂസിങ് ഫാസ്റ്റ്. നമ്മൾ UTMലുള്ള ടെൻഷൻ ടെസ്റ്റൊക്കെ പഠിച്ചിട്ട് ഈ ടെൻഷൻ ടെസ്റ്റിൽ അൾട്ടിമേറ്റ് സ്ട്രെസ് എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മുടെ സ്പെസിമെൻ, ഇറ്റ് സ്റ്റാർട്ട്സ് റെഡ്യൂസിങ് ദ ഏരിയ ആൻഡ് നെക്ക് ഫോർമേഷൻ വരും അല്ലേ. അതുതന്നെയാണ് ഇവിടെയും പറയുന്നത്. അൾട്ടിമേറ്റ് സ്ട്രെസ് എന്താണ്, ആ മെറ്റീരിയലിനെ റെസിസ്റ്റ് ചെയ്യാവുന്ന മാക്സിമം സ്ട്രെസ്സാണ്. ആഫ്റ്റർ ദാറ്റ് ആ മെറ്റീരിയൽ എന്ത് ചെയ്യും, ഏരിയ റെഡ്യൂസ് ചെയ്യാൻ തുടങ്ങും, നെക്ക് ഫോർമേഷൻ വരും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഈസ് വർക്കിംഗ് സ്ട്രെസ്. വർക്കിംഗ് സ്ട്രെസ് ഈസ് ദ സേഫ് സ്ട്രെസ് ടേക്കൺ വിത്തിൻ ദ ഇലാസ്റ്റിക് റേഞ്ച്. ഓക്കെ, ഇലാസ്റ്റിക് റേഞ്ചിൽ എടുക്കാവുന്ന സേഫ് സ്ട്രെസ്സിനെയാണ് എന്ത് പറയുന്നത്, വർക്കിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഫോർ ബ്രിറ്റിൽ മെറ്റീരിയൽസ് ഇറ്റ് ഈസ് ടേക്കൺ ഈക്വൽ ടു ultimate strength divided by suitable factor of safety. However, for materials possessing well defined yield point, it is equal to yield stress divided by factor of safety. Okay, വർക്കിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്, സേഫ് സ്ട്രെസ് ആണ്. വിത്തിൻ ദി ഇലാസ്റ്റിക് റേഞ്ചിലുള്ള സേഫ് സ്ട്രെസ് ആണ് എന്ത്, വർക്കിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത്. സോ വർക്കിംഗ് സ്ട്രെസ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, അൾട്ടിമേറ്റ് സ്ട്രെങ്ത്തിനെ ഫാക്ടർ ഓഫ് സേഫ്റ്റി വെച്ച് ഡിവൈഡ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോർ ഡക്റ്റൈൽ മെറ്റീരിയൽസ് ഈൽഡ് സ്ട്രെസ്സിനെ ഫാക്ടർ ഓഫ് സേഫ്റ്റി വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് വർക്കിംഗ് സ്ട്രെസ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഹൗ ദ ഡിഫോർമേഷൻ ഓഫ് ആൻ ആക്സിയലി ലോഡഡ് ബാർ വിത്ത് യൂണിഫോംലി വേരിയിങ് ക്രോസ് സെക്ഷൻ ഈസ് കാൽക്കുലേറ്റഡ്. ആക്സിയലി ലോഡഡ് ബാർ ആണ് ആൻഡ് അതിൻ്റെ ക്രോസ് സെക്ഷൻ യൂണിഫോംലി വേരി ചെയ്യുന്നുണ്ട്. യൂണിഫോംലി വേരിയിങ് ക്രോസ് സെക്ഷൻസിലെ രണ്ട് കേസസ് നമ്മൾ പഠിക്കുന്നുണ്ട്. യൂണിഫോംലി വേരിയിങ് സർക്കുലർ ക്രോസ് സെക്ഷനും ഉണ്ട്, യൂണിഫോംലി വേരിയിങ് റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷനും ഉണ്ട്. 3 മാർക്സ് ആണ്, എന്നാലും രണ്ടും ഒന്ന് മെൻഷൻ ചെയ്യുന്നതാണ് നല്ലത്. മെൻഷൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ആ ഫിഗർ കാണിച്ചിട്ട് ടോട്ടൽ എക്സ്റ്റൻഷൻ എത്രയാണ് വരുന്നത് ഇക്വേഷൻ എഴുതിയാൽ മതി. ഞാനിവിടെ ജസ്റ്റ് നിങ്ങൾ ഫസ്റ്റ് കേസിൻ്റെ മാത്രം ഡെറിവേഷൻ ഒന്ന് കാണിച്ചിട്ടുണ്ട്. ഡെറിവേഷൻ പറയേണ്ട കാര്യമൊന്നുമില്ല 3 മാർക്സിനായതുകൊണ്ട്. നിങ്ങൾ എപ്പോഴും ഏത് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോഴും മാർക്ക് നോക്കിയിട്ട് മാർക്കിനനുസരിച്ച് ആൻസർ ചെയ്യുക. ഇതന്നെ ഇപ്പോൾ വലിയ മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ആ ഡെറിവേഷൻ കംപ്ലീറ്റ് ആയിട്ട് കാണിക്കണം. സോ ദ ഫിഗർ ഷോസ് ദ circular cross section with larger diameter D1 and smaller diameter D2, an axial load P is acting on it and total length is L. So the total extension of the bar is 4PL divided by pi E D1 D2. This is the total extension, or this is the deformation of the bar. Axially loaded uniformly varying cross sectional circular rod inde deformation എന്ന് പറഞ്ഞാൽ 4PL divided by pi E D1 D2. So if D1 is equal to D2 is equal to D ആയിരുന്നെങ്കിൽ this equation will change to 4PL divided by pi E D square. Okay, and for uniformly varying rectangular cross section, larger width A and smaller width B, and we are considering a rectangular cross section of thickness T, total length L ആണ്, and axially loaded and the load is P. So the total extension is given by the equation PL divided by ET into A minus B log to the base E A by B. This is the equation for calculating the deformation in a rectangular in a uniformly varying rectangular cross section. Okay, and in third question, explain the effect of temperature change on a composite bar made of 2 materials. What is mean by composite bar? If the bar is made up of 2 or more materials, that bar is called composite. So we are considering a bar with brass and steel. Okay, and if it is free to expand and we are rising the temperature, it will expand freely because there is no restrictions. Okay, so the temperature coefficient of brass is more than
സ്റ്റീൽ. സോ ബ്രാസ് വിൽ എക്സ്പാൻഡ് മോർ ദാൻ സ്റ്റീൽ. അതാണ് ഇവിടെ ഫിഗർ ബിയിൽ കാണിച്ചിരിക്കുന്നത്. ഫിഗർ എ ഷോസ് ദ കോമ്പോസിറ്റ് ബാർ ആൻഡ് അത് ഫ്രീ ടു എക്സ്പാൻഡ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ആൻഡ് വി ആർ റൈസിങ് ദ ടെമ്പറേച്ചർ. സോ ടെമ്പറേച്ചർ ചേഞ്ച് വരികയാണ്. ടെമ്പറേച്ചർ ചേഞ്ച് വരുമ്പോൾ എന്തായിരിക്കും, അതിന് പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ എക്സ്പാൻഡ് ഫ്രീലി. ആൻഡ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് ബ്രാസ് ഈസ് ലാർജർ ദാൻ സ്റ്റീൽ. സോ ബ്രാസ് എന്ത് ചെയ്യും, സ്റ്റീലിനേക്കാളും കൂടുതൽ എക്സ്പാൻഡ് ചെയ്യും. ബട്ട് ഇഫ് ഇറ്റ് ഈസ് റിജിഡ്ലി കണക്റ്റഡ്, എന്താണ്, ബ്രാസും സ്റ്റീലും ഒരേ എമൗണ്ടിലേ എക്സ്പാൻഡ് ചെയ്യുള്ളൂ. ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് റിജിഡ്ലി കണക്റ്റഡ് ബ്രാസ് ആൻഡ് സ്റ്റീൽ വിൽ എക്സ്പാൻഡ് ഇൻ സെയിം എമൗണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, ബ്രാസ് ആക്ച്വലി ഫ്രീ എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ എത്രയാണോ എക്സ്പാൻഡ് ചെയ്യേണ്ടിയിരുന്നത് അതിനേക്കാളും ഒരു ഇച്ചിരി കുറയണം അതിൻ്റെ എക്സ്പാൻഷൻ. അതുപോലെ തന്നെ സ്റ്റീൽ ആക്ച്വലി എത്രയാണോ എക്സ്പാൻഡ് ചെയ്യാറ് അതിനേക്കാളും കുറച്ചും കൂടെ കൂടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും ഒന്ന് പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യുക. സോ ആക്ച്വലി എക്സ്പാൻഡ് ചെയ്യേണ്ടിയിരുന്നത് എത്രയാണോ അതിനേക്കാളും കുറയണം എന്നുണ്ടെങ്കിൽ ബ്രാസിൽ ഡെവലപ്പ് ആവുന്ന സ്ട്രെസ് എന്തായിരിക്കും, ഇറ്റ് ഈസ് കംപ്രസീവ് സ്ട്രെസ്. ആൻഡ് സ്റ്റീല് ആക്ച്വലി എക്സ്പാൻഡ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഡെവലപ്പ് ആവുന്നത് എന്തായിരിക്കും, ടെൻസൈൽ സ്ട്രെസ്. കറസ്പോണ്ടിംഗ്ലി ദ ലോഡ് ഇൻ ബ്രാസ് ഇസ് tensile load and load in steel is load in brass is compressive load and load in steel is tensile load. അതുതന്നെയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ദ ഫോർത്ത് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി? Write the relationship between bulk modulus of elasticity and Young's modulus of elasticity. എന്താണ് bulk modulus of elasticity എന്ന് പറയുന്നത്? It is the ratio between direct stress and volumetric strain. When a body is subjected to the mutually perpendicular like and equal direct stresses, the ratio of direct stress to the corresponding volumetric strain is found to be constant for a given material when the deformation is within a certain limit. The ratio is known as bulk modulus and is usually denoted by K. Mathematically, bulk modulus is given by K is equal to direct stress divided by volumetric strain, which is equal to sigma divided by dV by V. Volumetric strain കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം ആൻഡ് ഡയറക്റ്റ് സ്ട്രെസ് ഡിനോട്ട് ചെയ്യുന്നത് സിഗ്മ വെച്ചിട്ടാണ്. സോ സിഗ്മ ഡിവൈഡ് ബൈ dV by V. ആൻഡ് ബൾക്ക് മോഡുലസ് ഡിനോട്ട് ചെയ്യുന്നത് കെ വെച്ചിട്ടാണ്. സോ ക്വസ്റ്റ്യൻ അത്രയല്ല ഉള്ളൂ. ബൾക്ക് മോഡുലസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, അതിൻ്റെ കൂടെ എന്തും കൂടെ ചോദിച്ചിട്ടുണ്ട്, റൈറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആൻഡ് യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അതായത് കെയും ഇയും തമ്മിലെ റിലേഷൻഷിപ്പാണ് സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആൻഡ് യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് E is equal to 3K into 1 minus 2 mu. അതായത് യങ്സ് മോഡുലസ് is equal to 3K into 1 minus 2 mu. ഇത്രയേ ആക്ച്വലി ക്വസ്റ്റിനിൽ ചോദിച്ചിട്ടുള്ളൂ. ഞാനൊരു റെഫറൻസിന് വേണ്ടിയിട്ട് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റിജിഡ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആൻഡ് യങ്സ് മോഡുലസും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ടെന്ന് മാത്രം. E is equal to 2G into 1 plus mu. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഈ ഇക്വേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിപ്പോൾ 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ചില സമയത്ത് ഇത് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്, ഇതിൻ്റെ ഡെറിവേഷൻസ് ചോദിക്കാറുണ്ട്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻറ്റൻസിറ്റി ഓഫ് ലോഡ്, ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ്? ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെൻറ്റും ഇൻറ്റൻസിറ്റി ഓഫ് ലോഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നാണ് സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ആക്ച്വലി 3 മാർക്സിനാവുമ്പോൾ ഒത്തിരിയൊന്നും ആ ഡിറൈവ് ചെയ്ത് ഒത്തിരിയൊന്നും ഡെപ്തിലോട്ട് പോകേണ്ട കാര്യമില്ല. പക്ഷേ കുഞ്ഞു ഡെറിവേഷനാണ്, ഞാൻ അതും കൂടി ഇവിടെ കാണിച്ചതാണ്. നമ്മളൊരു ജനറൽ കേസ് എടുക്കുകയാണ്. കൺസിഡറിങ് ഈ സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് ജനറൽ ലോഡിങ്. അതിനകത്തൊരു സ്മോൾ സ്ട്രിപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ആ സ്മോൾ സ്ട്രിപ്പിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാമാണ് നമ്മളിവിടെ എടുത്ത് കാണിച്ചിട്ടുള്ളത്. ലെങ്ത് DX ആണ്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഷിയർ ഫോഴ്സ് F ആണ് ആക്ട് ചെയ്യുന്നത്, മൊമെൻറ്റ് M ആക്ട് ചെയ്യുന്നുണ്ട്. DX ലെങ്ത് മാറുമ്പോൾ അവിടെ ആക്ട് ചെയ്യുന്ന ഷിയർ ഫോഴ്സ് ഈസ് വേരിയിങ് ഫ്രം സെക്ഷൻ ടു സെക്ഷൻ. നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ DX ലെങ്ത് മാറുമ്പോൾ അവിടെ വരുന്ന ഫോഴ്സ് എത്രയായിരിക്കും? F plus DF. കാരണം വേരി ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ചെറിയൊരു ചേഞ്ച് F plus DF. ആൻഡ് മൊമെൻറ്റും ചേഞ്ച് ചെയ്യുന്നുണ്ട് M plus DM.
ഓക്കെ. നൗ നമ്മൾ ഇവിടുത്തെ ടോട്ടൽ ഫോഴ്സ് എടുക്കുകയാണ്, വെർട്ടിക്കൽ ഇക്വിലിബ്രിയം എടുക്കുകയാണെങ്കിൽ എന്ത് വരും? മൈനസ് എഫ് പ്ലസ് എഫ് പ്ലസ് ഡി എഫ് മൈനസ് ഡബ്ല്യു ഇൻറ്റു ഡി എക്സ്. ആക്ച്വലി ജനറൽ ലോഡിംഗ് ആയിരുന്നപ്പോൾ ഒന്നും ചേഞ്ച് ഉണ്ട്, പക്ഷേ ഇതൊരു കുഞ്ഞു ലെങ്ത്തിലോട്ട് ചെറിയ സ്ട്രിപ്പിലോട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കത് യു ഡി എൽ ആയിട്ട് കൺസിഡർ ചെയ്യാം അല്ലേ. സോ ഡബ്ല്യു ഇൻറ്റു ഡി എക്സ് അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മൈനസ് എഫ് പ്ലസ് ഡി ഡെൽറ്റ എഫ് മൈനസ് ഡബ്ല്യു ഇൻറ്റു ഡെൽറ്റ എക്സ് ഈക്വൽ ടു 0. എഫും ക്യാൻസലായി പോകും. പിന്നെ നമുക്ക് എന്താണ് വരുന്നത്? ഡെൽറ്റ എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു ഇൻറ്റു ഡെൽറ്റ എക്സ് വരും. സോ ഡെൽറ്റ എക്സ് ദാറ്റ് ഈസ് ഡോ എഫ് ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു ഡബ്ല്യു. ഇൻ ദ ലിമിറ്റിംഗ് കേസ് ആസ് ഡോ എക്സ് ടെൻസ് ടു 0 ഈ ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ആവും? ഡി എഫ് ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡബ്ല്യു. ദാറ്റ് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഷിയർ ഫോഴ്സ് ഇസ് ഈക്വൽ ടു ലോഡ്. അതാണ് ഫസ്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഷിയർ ഫോഴ്സ് ഇസ് ഈക്വൽ ടു ലോഡ്. ഇനി നമ്മൾ മൊമെൻറ്റത്തിൻ്റെ ഇക്വിലിബ്രിയം എടുക്കുകയാണ്. മൊമെൻറ്റത്തിൻ്റെ ഇക്വിലിബ്രിയം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ പോയിന്റിലേക്കാണ്. അപ്പോൾ എന്ത് വരും? എം മൈനസ് എഫ് ഇൻറ്റു ഡി എക്സ് മൈനസ് എം പ്ലസ് ഡി എം മൈനസ് ഡബ്ല്യു ഇൻറ്റു ഡി എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ 2. ഓക്കെ. ഈ എഫ് പ്ലസ് ഡി എഫ് കാരണമുള്ള മൊമെൻറ്റ് വരില്ല, കാരണം 0 ആയിരിക്കും വരിക അല്ലേ. അപ്പോൾ ടോട്ടൽ മൊമെൻറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ എം മൈനസ് എഫ് ഇൻറ്റു ഡോ എക്സ് മൈനസ് ഡബ്ല്യു ഇൻറ്റു ഡോ എക്സ് ബൈ 2 മൈനസ് ഓഫ് എം പ്ലസ് ഡോ എം അല്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു 0. എമ്മും മൈനസ് എമ്മും ക്യാൻസലായി പോവും. ആൻഡ് ഇവിടെ വരുമ്പോൾ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ 2 ദാറ്റ് ഈസ് ഡോ എക്സ് സ്ക്വയർ വരും. So when we are neglecting the small quantity of higher order, നമുക്ക് എന്ത് വരും? മൈനസ് എഫ് ഡോ എക്സ് മൈനസ് ഡോ എം ഈക്വൽ ടു 0. ഒരു മൈനസ് വെച്ച് ത്രൂ ഔട്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ എന്താവും? എഫ് ഡോ എക്സ് പ്ലസ് ഡോ എം ഈക്വൽ ടു 0. ദെൻ നമുക്കതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ ഡോ എം ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എഫ് എന്ന് എഴുതാം. ഇൻ ദ ലിമിറ്റിംഗ് കേസ് ആസ് എക്സ് ടെൻസ് ടു 0 വി ഗെറ്റ് dm by dx is equal to minus f. അതായത് rate of change of moment is equal to minus of shear force. So ഈ രണ്ട് റിലേഷൻഷിപ്പാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. rate of change of shear force is equal to intensity of load and rate of change of moment is equal to minus of shear force. Okay. Coming to the next question. Explain the concept of bending moment and shear force in beams with the help of a cantilever beam subjected to uniformly distributed load over the whole span. So നമുക്കൊരു cantilever beam subjected to uniformly distributed load over the whole span നോക്കാം. ഇവിടെ വരുമ്പോൾ നമ്മൾ ഫ്രീ എൻഡ് ഉണ്ട്, ഫിക്സ്ഡ് എൻഡ് ഉണ്ട്. ഫ്രീ എൻഡിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ട് നമ്മൾ സെക്ഷൻ കൺസിഡർ ചെയ്യുകയാണ്. സെക്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ അവിടുത്തെ ഷിയർ ഫോഴ്സ് എന്താണ് വരിക? ഡബ്ല്യു ഇൻറ്റു എക്സ് അല്ലേ, മൈനസ് ഡബ്ല്യു ഇൻറ്റു എക്സ് വരും. സോ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഷിയർ ഫോഴ്സ് ചേഞ്ച് ആവുന്നത്. അറ്റ് ദ ഫ്രീ എൻഡ് എക്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ അവിടുത്തെ ഷിയർ ഫോഴ്സ് എന്താണ് വരിക? 0 ആണ് വരുന്നത്. ആൻഡ് അറ്റ് ദ ഫിക്സ്ഡ് എൻഡിലോട്ട് വരുമ്പോൾ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? എൽ ആയിരിക്കും. സോ ഇക്വേഷൻ എന്താവും? മൈനസ് ഡബ്ല്യു ഇൻറ്റു എൽ. സോ അറ്റ് എക്സ് ഈക്വൽ ടു 0 ഷിയർ ഫോഴ്സ് ഈക്വൽ ടു 0. അറ്റ് എക്സ് ഈക്വൽ ടു എൽ ഷിയർ ഫോഴ്സ് ഈസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു എൽ. ആൻഡ് ഇനി ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ഡബ്ല്യു ഇൻറ്റു എക്സ് ബൈ 2. സോ അതാണ് ജനറൽ ഇക്വേഷൻ. മൈനസ് ഡബ്ല്യു എക്സ് സ്ക്വയർ ബൈ 2. അറ്റ് എക്സ് ഈക്വൽ ടു 0 ബെൻഡിങ് മൊമെൻറ്റ് എന്താണ് വരിക? 0 ആയിരിക്കും വരിക, കാരണം ഇവിടെ എക്സിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ. അറ്റ് എക്സ് ഈക്വൽ ടു എല്ലിൽ ദാറ്റ് ഈസ് ഫിക്സ്ഡ് എൻഡിൽ എക്സിന് എൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൊമെൻറ്റ് എന്ത് കിട്ടും? ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 2 കിട്ടും. ഇതാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രം, ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം. അപ്പോൾ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെൻറ്റും എന്താണെന്നും വിത്ത് ദ ഹെൽപ്പ് ഓഫ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഓവർ എ കാൻഡിലിവർ ബീമാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെൻറ്റും എന്താണെന്നും കൂടെ സ്റ്റേറ്റ് ചെയ്യണം. എന്താണ് ഷിയർ ഫോഴ്സ്? ഷിയർ ഫോഴ്സ് അറ്റ് എ സെക്ഷൻ ഇൻ എ ബീം ഈസ് ദ ഫോഴ്സ് ദാറ്റ് ഈസ് ട്രൈങ് ടു ഷിയർ ഓഫ് ദ സെക്ഷൻ ആൻഡ് ഈസ് ഒബ്റ്റെയിൻഡ് ആസ് ദ algebraic sum of all the forces including reactions acting normal to the axis of the beam either to the left or to the right of the section. And ഇത് ഈസിയാണ് കേട്ടോ ഈ ഡെഫിനിഷൻസ് പഠിച്ചു വെക്കാൻ. അതുപോലെ തന്നെ ബെൻഡിങ് മൊമെൻറ്റ് എന്താണ്? ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് എ സെക്ഷൻ ഇൻ എ ബീം
is the moment that is trying to bend it and is obtained as the algebraic sum of the moments about the section of all the forces including reaction acting on the beam either to the left or to the right of the section. Okay. And seventh question, what is pure bending? Give an example. എന്താണ് പ്യുവർ ബെൻഡിങ് എന്ന് പറയുന്നത്? ഇപ്പം നമ്മളൊരു ബീം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഡിഫറെൻറ്റ് സ്ട്രെസ്സസ് വരും. ഡ്യൂ ടു ബെൻഡിങ്ങും ഉണ്ടായിരിക്കും, ഷിയറും ഉണ്ടായിരിക്കും. അപ്പോൾ ബെൻഡിങ് കൊണ്ട് മാത്രമാണ് ഒരു ബീമിൽ സ്ട്രെസ് ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഷിയർ ഫോഴ്സ് 0 ആണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ബെൻഡിങ്ങിനെയാണ് എന്ത് പറയുന്നത്? പ്യുവർ ബെൻഡിങ് ഓർ സിമ്പിൾ ബെൻഡിങ് എന്ന് പറയുന്നത്. ഓക്കെ. If a length of a beam is subjected to a constant bending moment and no shear force, ഇതാണ് ഇമ്പോർട്ടൻ്റ്. It is subjected to a constant bending moment and no shear force, that is 0 shear force, then the stresses will be set up in that length of the beam is due to bending moment only. Bending moment കൊണ്ട് മാത്രമായിരിക്കും അവിടെ ഡെവലപ്പ് ആവുന്ന സ്ട്രെസ്സസ്. And that length of the beam is said to be in pure bending or simple bending. The stresses set up in that length of the beam is known as bending stresses. ഓക്കെ. അപ്പോൾ നമ്മുടെ എന്താണ് പ്യുവർ ബെൻഡിങ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനൊരു എക്സാമ്പിൾ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ എക്സാമ്പിൾ തന്നെ പറയാം. എന്താണ്? ഡബിൾ സൈഡ് ഓവർ ഹാങ്ങിങ് ബീമാണ്. എ ബി സിംപ്ലി സപ്പോർട്ടഡ് അറ്റ് എ ബി ആൻഡ് ഡബിൾ സൈഡ് ഓവർ ഹാങ്ങിങ് ആണ്. രണ്ട് ഫ്രീ എൻഡിലും ഓരോ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മൾ അതിൻ്റെ ഷിയർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഷിയർ ഫോഴ്സ് ഡയഗ്രം ഇങ്ങനെ വരും. അതായത് എ ബിയിൽ എന്തില്ല? ഷിയർ ഫോഴ്സ് ഇല്ല. ഷിയർ ഫോഴ്സ് 0 ആണ്. ആൻഡ് എ ബി ലെങ്ത്തിലെ ബെൻഡിങ് മൊമെൻ്റ് എന്താണ്? കോൺസ്റ്റൻറ്റുമാണ്. സോ ദാറ്റ് പോർഷൻ ഓഫ് ദ ബീം എ ബി ഈസ് സബ്ജക്റ്റഡ് ടു പ്യുവർ ബെൻഡിങ്. അപ്പോൾ ഇത് തന്നെ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം കേട്ടോ. എ ബി എന്താണ്? ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു പ്യുവർ ബെൻഡിങ് ബിക്കോസ് ദർ ഇസ് നോ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻ്റ് ഇസ് constant. Okay. Next, 8th question, list 3 important assumptions used in the theory of pure bending and their significance. ഇവിടെ 3 അസംഷൻസേ ചോദിച്ചിട്ടുള്ളൂ. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടായിരിക്കാം ഞാൻ പക്ഷേ 6 അസംഷൻസും പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് ഇത് ഇപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻറ്റുമാണ്. സി എന്തൊക്കെയാണ് അസംഷൻസ്? ദ മെറ്റീരിയൽ ഓഫ് ദ ബീം ഈസ് ഹോമോജീനിയസ് ആൻഡ് ഐസോട്രോപിക്. Second one, the value of Young's modulus of elasticity is same in tension and compression. The transverse sections which are plane before bending remain plane even after bending also. The beam is initially straight and all longitudinal filaments bent into circular arcs with a common center of curvature. The radius of curvature is large compared with the dimensions of the cross section. Each layer of the beam is free to expand or contract independently of the layer above or below it. ഞാൻ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 6 അസംഷൻസ് ഇവിടെ കൊടുത്തത്. ഇവിടെ 3 ചോദിച്ചിട്ടുള്ളൂ. ഇതുപോലെ തന്നെ ഓയിലേഴ്സ് തിയറിയുടെ അതുപോലെ ടോർഷൻ്റെ ഇതിൻ്റെ എല്ലാം അസംഷൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എല്ലാ അസംഷൻസും പഠിക്കണം. What are the 9th question, what are the principal stresses and principal planes? നമുക്ക് ഒബ്ലിക് പ്ലെയിൻ എന്താണെന്ന് അറിയാം അല്ലേ? ഇപ്പോൾ ഒരു ബോഡി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഇൻക്ലൈൻഡ് ആയിട്ട് വരുന്ന പ്ലെയിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒബ്ലിക് പ്ലെയിൻ എന്ന് പറയുന്നത്. ഈ ഇൻക്ലൈൻഡ് പ്ലെയിൻസിന് അതിന് നോർമലായിട്ടും എലോങ് ദ പ്ലെയിൻ ആയിട്ടും സ്ട്രെസ്സസ് ഉണ്ടാവും. നോർമലായിട്ട് വരുന്ന പ്ലെയിനാണ് എന്ത്? നോർമൽ ആ പ്ലെയിനിന് നോർമലായിട്ട് വരുന്ന സ്ട്രെസ്സസ് ആണ് എന്ത്? നോർമൽ സ്ട്രെസ്സസ്. ആൻഡ് പ്ലെയിനിന് അലോങ് ആയിട്ട് വരുന്ന സ്ട്രെസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒബ്ലിക് പ്ലെയിൻ ഇങ്ങനെ നമ്മൾ ചേഞ്ച് ചെയ്ത് ഓരോ ആംഗിളിൽ ചേഞ്ച് ചെയ്ത് പോകുമ്പോൾ അറ്റ് സം ആംഗിൾ നമുക്ക് കിട്ടുന്ന ഒബ്ലിക് പ്ലെയിനിൽ ഷിയർ സ്ട്രെസ് ഉണ്ടായിരിക്കില്ല. ദാറ്റ് ഈസ് ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ 0 ആയിരിക്കും. നോർമൽ സ്ട്രെസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ആ പ്ലെയിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രിൻസിപ്പൽ പ്ലെയിൻ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ദ പ്ലെയിൻ ഇൻ വിച്ച് നോർമൽ സ്ട്രെസ് ഓൺലി നോർമൽ സ്ട്രെസ് ഇസ് ദർ, ദാറ്റ് ഈസ് ഷിയർ സ്ട്രെസ് 0 ആയിരിക്കും. ഷിയർ സ്ട്രെസ് ആബ്സെൻ്റ് ആയ പ്ലെയിനെയാണ് എന്ത് പറയുന്നത്? പ്രിൻസിപ്പൽ പ്ലെയിൻ എന്ന് പറയുന്നത്. പ്രിൻസിപ്പൽ പ്ലെയിന് ഒരെണ്ണമല്ല 2 എണ്ണം ഉണ്ടായിരിക്കും. ആൻഡ് ദേ ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. നമുക്കൊരു പ്ലെയിൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനോട് 90 ഡിഗ്രി മാറിയിട്ട് ഒരു പ്ലെയിനും കൂടി ഉണ്ടായിരിക്കും.
അതാണ് രണ്ട് പ്രിൻസിപ്പൽ പ്ലെയിൻസ് ഉണ്ടായിരിക്കും. ഈ രണ്ട് പ്രിൻസിപ്പൽ പ്ലെയിൻസിലും എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? നോർമൽ സ്ട്രെസ്സസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ പ്രിൻസിപ്പൽ പ്ലെയിനിൽ പ്രസൻ്റ് ആവുന്ന നോർമൽ സ്ട്രെസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറയുന്നത്. സോ രണ്ട് പ്രിൻസിപ്പൽ പ്ലെയിൻസ് ഉണ്ടാവും. സോ രണ്ട് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് ഉണ്ട്. ദെയർ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് മേജർ ആൻഡ് മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ്. ഓക്കെ, the planes on which no shear stress is acting are known as the principal planes which carry only normal stresses. These normal stresses acting on principal planes are known as principal stresses. Okay, but shear stress ഇല്ല, അതാണ് മെയിനായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. There is no shear stresses on principal planes. And the last question in part A, distinguish between short and long columns with reference to their behavior under axial compression. നമ്മൾക്ക് കോളംസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു ദ ബിഹേവിയർ അണ്ടർ ആക്സിയൽ കംപ്രഷൻ. ഞാനിവിടെ അല്ലാതെ രണ്ട് ഡിഫറൻസസ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ ഫിഗർ കണ്ടാൽ അറിയാം, രണ്ട് കോളംസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഒന്ന് ഷോർട്ട് കോളം, ഒന്ന് ലോങ് കോളം. ഷോർട്ട് കോളത്തിലും ലോങ് കോളത്തിലും ആക്സിയൽ ലോഡിംഗ് ആണ് വരുന്നത്. വെൻ ആക്സിയൽ ലോഡ് ഈസ് കമ്മിങ്, ഷോർട്ട് കോളത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ കംപ്രസീവ് സ്ട്രെസ് ആണ് ഡെവലപ്പ് ആവുന്നത് ആൻഡ് ഇറ്റ് ഫെയിൽസ് ബൈ ക്രഷിങ് കാരണമാണ് ഷോർട്ട് കോളം ഫെയിൽ ആവുന്നത്. ആൻഡ് വെൻ കമ്മിങ് ടു ദ ലോങ് കോളം, ആക്സിയൽ ലോഡിങ് വരുമ്പോൾ അവിടെ ഡെവലപ്പ് ആവുന്നത് ബക്ലിംഗ് സ്ട്രെസ് ആണ് ആൻഡ് ഇറ്റ് ഫെയിൽസ് ബൈ ബക്ലിംഗ്. അതാണ് ആക്സിയൽ ലോഡിങ്ങിൻ്റെ കേസിലെ ഡിഫറൻസ് ഷോർട്ട് കോളത്തിനും ലോങ് കോളത്തിനും കേസിൽ. ഞാൻ പറഞ്ഞാൽ ഇവിടെ ഞാൻ അല്ലാത്ത ഒന്ന് രണ്ട് ഡിഫറൻസസ് നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. എന്താണ് ലോങ് കോളം? ഇറ്റ് ഈസ് കൺസിഡർഡ് ടു ബി ലോങ് if the ratio of effective length of the column to its least lateral dimension is greater than 12. Long column whose lateral dimension is very small when compared to its length or height is called as long column. The long column is subjected to buckling stress. It is generally faced by buckling. And short column is considered to be short if the ratio of effective length of its least lateral dimension is less than or equal to 12. Greater than 12 ആണെങ്കിൽ long column, less than or equal to 12 ആണെങ്കിൽ short column. And whose lateral dimension is very large when compared to its length is called short column. The short column is subjected to compressive stress and is generally fails by crushing. അപ്പോൾ ഇത്രയുമാണ് പാർട്ട് എയിൽ വരുന്നത്. പാർട്ട് എയിൽ 10 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. ആ 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് പാർട്ട് ബി ആണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.